Hello, welcome back to my channel and I'm Nimisha Days, your AI ML queen. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പൈപ്ലോട്ട് നോക്കി സബ് പ്ലോട്ട് നോക്കി അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് സ്കേറ്റർ പ്ലോട്ട്. ഓക്കെ, സ്കേറ്റർ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ വെയിറ്റ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്കേറ്റർ ഫംഗ്ഷൻ. സ്കേറ്റർ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഡോട്ട് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. ഓരോ ഡോട്ടും പ്ലോട്ടിലത്തെ ഓരോ ഡോട്ടും ഓരോ ഒബ്സർവേഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് കേട്ടോ, ഇതെല്ലാം ടൈപ്പ് ചെയ്തിരിക്കണ്ടല്ലോ. ഞാൻ ഇതൊക്കെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കാൻ മടിയൊന്നുമില്ല, എന്നാലും ഒരു ഇത്. ഓക്കെ, ഞാനിവിടെ രണ്ട് പ്ലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ചധികം വാല്യൂസ് ഇട്ട് കൊടുക്കാം. 4 5 6 7 8 9. ഓക്കെ, ഇതിലും ഞാൻ കുറച്ച് വാല്യൂസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, PLT ഡോട്ട് സ്കേറ്റർ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് x, y പാസ് ചെയ്യണു. PLT ഡോട്ട് ഷോ കോൾ ചെയ്യണം. ഇപ്പൊ വരുന്ന വ്യത്യാസം കണ്ടോ, എല്ലാം എന്താണ് പല പല പ്ലേസിൽ ഡോട്ട് 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 ആയിട്ട് വന്നു. നമുക്ക് നേരത്തെ പ്ലോട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്, അപ്പം എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ലൈൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ ഇതിലെന്താണ് ഡോട്ടുകളായിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഇതിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേണ്ട ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ രണ്ട് അറയുടെ ലെങ്ത്തും സെയിം ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൽ ഒരു അറേ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലത്തെ വാല്യൂ, അടുത്ത അറേ എന്ന് പറയുന്നത് വൈ ആക്സിസിലത്തെ വാല്യൂ ആയിരിക്കും. അപ്പം അതുകൊണ്ട് രണ്ട് അറയിലും കൊടുത്തു നോക്കുന്ന ലെങ്ത്തുകൾ സെയിം ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, ഇനി ഞാൻ വേറൊരു രണ്ടാമത്തെ ഒരു സ്കേറ്റർ പ്ലോട്ടും കൂടി ഇതിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, രണ്ട് പ്ലോട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ കണ്ടോ, രണ്ടും പല പല കളറിൽ രണ്ട് ഡിഫറെൻറ്റ് കളറിലാണ് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ കൊടുത്തത് ബ്ലൂവും അടുത്ത ഞാൻ കൊടുത്തത് എന്താണ് ഒരു ഓറഞ്ച് കളറിലുമാണ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ കളർ ഇതിലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, കളർ ഈക്വൽ ടു ഞാനിവിടെ റെഡ് കൊടുത്തു. ഇതിൽ ഞാനിവിടെ കളർ ഈക്വൽ ടു ഞാനിവിടെ ഗ്രീൻ കൊടുക്കാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കളറും നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇങ്ങനെയല്ലാതെ വേറൊരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതൊന്നും ഞാൻ കാണിച്ചു തരാം. ഞാൻ അടുത്തൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യും. എല്ലാം ഒരെണ്ണത്തിൽ തന്നെ ചെയ്യണ്ട. ഓക്കെ, ഇതിൽ ഞാൻ ഇവിടെ ഇപ്പം കളർ കൊടുക്കുന്നില്ല. പകരം ഞാൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു കളറിൻ്റെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. കളേഴ്സ് ഈക്വൽ ടു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, NP ഡോട്ട് അറേ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റെഡ് ഗ്രീൻ ബ്ലൂ. ഓക്കെ, പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതേ സെയിം ലെങ്ത് തന്നെ ഇവിടെയും വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് മൊത്തം ഞാനിവിടെ കൊടുക്കുന്നില്ല. എനിക്ക് എല്ലാം കൂടി ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് വയ്യ. ഞാൻ 3 വാല്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ കൊടുത്തു. ഇനി ഇതിലെന്ത് ചെയ്യുന്നു, ഇതിൽ C ഈക്വൽ ടു അല്ലെങ്കിൽ കളർ ഈക്വൽ ടു എന്ന് കൊടുത്താലും മതി കേട്ടോ. C ഈക്വൽ ടു കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, ആ മുകളിലത്തെ അറയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഓരോ ഡോട്ടിനും പല പല കളർ വന്ന് നോക്കുന്നത് കണ്ടോ. ഞാൻ അവിടെ കൊടുത്തു നോക്കുന്ന കളറാണ് റെഡ് ഗ്രീൻ ബ്ലൂ. കണ്ടോ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എനിക്കിപ്പോൾ വേണമെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഒരു കളർ മാപ്പ് ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നില്ല, പകരം കളേഴ്സ് ഈക്വൽ ടു NP ഡോട്ട്
array of എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു വാല്യൂ കൊടുക്കുകയാണ് 10, 20, 30, 40, 50, 60, 70. ഓക്കെ, ഇത്ര വേണ്ട, 20 വരെ മതി, 3 വാല്യൂ ഉള്ളൂ. ഓക്കെ, ഇങ്ങനൊരു വാല്യൂ കൊടുക്കുകയാണ്. സി ഈക്വൽ ടു കളേഴ്സ് കൊടുത്തു. ഇനി ഞാൻ ചെയ്യേണ്ടത് സി മാപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തു. അത് വാണിംഗ് ആണ്, വാണിംഗ് നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ടോ, ആ ഒരു ഫസ്റ്റത്തെ കളറിന്റെ രീതിയിൽ സി മാപ്പ് വിൽ ബി ഇഗ്നോർഡ്. ഓ ഓ ഓ, ഇതിൽ സി മാപ്പ് ഇഗ്നോർ ചെയ്യപ്പെട്ടു, അതാണ് അത് കളർ വരാത്തത്. ഇപ്പൊ എല്ലാത്തിലും ബ്ലൂ ആണോ നോക്കുന്നത്? ഓക്കെ ഓക്കെ ഫൈൻ. ഇതിൽ സി മാപ്പ് ഇല്ലാതായി പോയി, നമ്മൾ സി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ. കുഴപ്പമില്ല, പോട്ടെ. ഓ, കളേഴ്സ്. ഓക്കെ, കളേഴ്സ് ആണ് കൊടുക്കുന്നത്. സ്പെല്ലിങ് മാറിപ്പോയതാട്ടോ, അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നുമല്ല. കണ്ടോ, ഇപ്പോൾ നമ്മൾ കൊടുത്ത കളറാണോ നോക്കുന്നേ? ബ്ലൂ, ബ്ലൂ, പർപ്പിള്, യെല്ലോ, അങ്ങനെ ഒരു കളറാണ് അവിടെ വന്ന് നോക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി ഇതിലെനിക്കിപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു സൈസും എനിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം? plt ഡോട്ട് സ്കാറ്റർ ഓഫ് എക്സ് കോമ വൈ എന്നാണ് കൊടുക്കുന്നുണ്ടാവുക. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഒരു സൈസ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സൈസസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഓരോ ഇതിനും എനിക്ക് ഏതൊക്കെ സൈസ് വേണം, ഇങ്ങനെ ഒരു സൈസ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അറേ ആക്കണ്ടേ? എൻ പി ഡോട്ട് അറേ ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? എസ് ഈക്വൽ ടു സൈസസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഓരോന്നിനും പല പല സൈസ് ആയിരിക്കും വരുന്നുണ്ടാവുക. വ്യത്യാസം കാണുന്നില്ല നിങ്ങൾക്കല്ലേ? കണ്ടോ വ്യത്യാസം വന്ന കണ്ടോ? അപ്പോൾ ഓരോന്നിനും സൈസായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതേപോലെ ഞാനിത് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ആൽഫ ഈക്വൽ ടു 0.5 കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ആ ഒരു ഇതിൻ്റെ ബ്രൈറ്റ്നെസ് മാറിയത് കണ്ടോ? കളറിൻ്റെ ട്രാൻസ്പാരൻ്റ് ആയത് കണ്ടോ? ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇത് ഇവിടെ എന്ത് ചെയ്യുന്നു? സി മാപ്പ് ഈക്വൽ ടു NIPY സ്പെക്ട്രൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എനിക്കത് ഓക്കെ, അത് പോട്ടെ, അത് നമുക്ക് ചെയ്യാം. ഇത്ര ക്ലിയർ അല്ലേ? ഓക്കെ, സോ